അങ്ങനെ ഇന്ന് എല്ലാവരും കൂടി ഉള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചൊന്ന് പത്തിരിയും ചിക്കൻ കറിയും തയ്യാറാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. സവാള പിന്നെ ഈ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ മിക്സി ഉള്ളതുകൊണ്ട് എല്ലാം അരിഞ്ഞ് കിട്ടും. പിന്നെ ഉമ്മച്ചിയൊക്കെ വന്ന് ചിക്കനൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിച്ച് വെച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നായിട്ട് വിചാരിച്ചിട്ടുള്ളത്. കുറച്ച് കറിയും വെച്ച് കുറച്ച് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമൂസയ്ക്കൊക്കെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ കൂടെ സമൂസയും പിന്നെ ചെറിയൊരു ഒരു റോളല്ല, ചെറുതായിട്ടൊരു എന്തൊരു സ്നാക്സും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തയ്യാറാക്കണം കേട്ടോ. പിന്നെ അത് അമ്മച്ചി ഇവിടെ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്തിരിക്ക് ഞാനിവിടെ മാവൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ അതിനിടയിൽ കൂടെ എൻ്റെ മോൻ വന്ന് ഞാൻ പരത്തി തരാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ ഞാൻ തന്നെ പരത്തി ചുട്ടൊക്കെ എടുത്തേട്ടോ പെട്ടെന്ന്. അപ്പോഴേക്കൊക്കെ ബാങ്കൊക്കെ കൊടുക്കാറൊക്കെ സമയം ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈക്കൊക്കെ ആക്കി വെച്ച് സമോസയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ മോള് ഫ്രണ്ടിൽ ഹാളിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ബാങ്ക് കേട്ടപ്പോൾ നോമ്പ് തുറന്നു. അപ്പോൾ സന്തോഷമായിട്ടൊക്കെ അതെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട്. പിന്നെ മോന് എൻ്റെ താത്താരെ മോൻ്റെ കയ്യിൽ കൊടുത്തേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ എല്ലാവരും ഒക്കെ കഴിച്ചേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.